എൻ്റെ പേര് സുപ്രിയ. ഞങ്ങൾ ഇരിട്ടിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2025 ഫെബ്രുവരി 14 മാങ്ങ പറിക്കാൻ വേണ്ടി മരത്തിൽ കയറി കൊമ്പ് പൊട്ടി താഴെ വീണ് നട്ടലിനായിരുന്നു പരിക്ക്. അങ്ങനെ ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടുന്ന് സർജറി ചെയ്യുകയും ചെയ്തു. സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റേജ് വഷളായിരുന്നു. സർജറിയൊക്കെ ഈസി ആയിരുന്നു. 4ാമത്തെ ദിവസം ഇൻഫെക്ഷനായി പെട്ടെന്ന് പിന്നെയും ICUയിലേക്ക് റെഫർ ചെയ്യേണ്ടി വന്നു. പിന്നീട് 5ാമത്തെ ദിവസം തന്നെ ഇൻഫെക്ഷൻ പെട്ടെന്ന് കൂടി എല്ലാവരോടും പ്രതീക്ഷ കൈവിട്ട രീതിയിൽ ഡോക്ടേഴ്സ് സംസാരിക്കുകയും വെന്റിലേറ്ററിലേക്ക് കയറ്റുകയും ചെയ്തു. അന്നേരം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കിളിയന്തരയുള്ള ഞാൻ ബെൻഹിൽ സ്കൂളിൽ ടീച്ചറാണ്. അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, ആവലായിലെ ഇങ്ങനെ പള്ളിയിലെ കാര്യമൊക്കെ പറഞ്ഞു. ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ റാഫ്സൻ അച്ഛൻ്റെ പേരാണ് എന്നോട് പറഞ്ഞത്. അച്ഛനെ ഒന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അച്ഛന് ഫോൺ ചെയ്തു, പക്ഷേ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വാട്സപ്പിൽ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പേരൻസ് എല്ലാവരും ഇവിടെ വന്ന് അച്ഛനോട് പ്രാർത്ഥന സഹായം അഭ്യർത്ഥിക്കുകയും അച്ഛൻ സുനിലിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഞാൻ അന്ന് മുതൽ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ICUയിലായിരുന്നു, വെന്റിലേറ്ററിൽ എന്നെ കാണിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴും ഞാൻ ആ പ്രാർത്ഥന മാത്രമേ ചൊല്ലിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ മുഴുവൻ സമയവും ആ പ്രാർത്ഥനയിൽ അലിയുകയും എനിക്ക് നല്ല വിശ്വാസത്തോടെ ഞാൻ ദൃഢമായി നിൽക്കുകയും ചെയ്തു. ഞങ്ങൾ 1.5 മാസത്തിന് ശേഷം അവിടുന്ന് 16 ദിവസം വെന്റിലേറ്ററിലായി. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. ഡോക്ടർ നല്ല സഹകരണമായിരുന്നു നമ്മളോട്. ഡോക്ടറെ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി റെഫർ ചെയ്തു. കുടിക്കുമട്ട തണൽ എന്ന ഹോസ്പിറ്റലിലേക്ക് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി വിട്ടു. റീഹാബിലേഷനായിരുന്നു. അവിടെ 3 മാസം നമ്മൾ അവിടെ കിടന്നു. ട്രക്കിയോസ്റ്റമീൻ ട്യൂബൊക്കെ ആയിരുന്നു. ആൾ തീരെ വീക്കായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരാഴ്ച നമ്മളിങ്ങനെ ബെഡിൽ കൊണ്ടുപോകുന്നു, സങ്കടത്തോടെ തിരിച്ചു വരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ആവലായിൽ പോകുന്നുണ്ട് സുപ്രിയ, ഞാൻ അച്ഛനോട് സംസാരിക്കാം. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ നേരിട്ട് എനിക്കൊരു ബ്ലെസ്സിങ് വേണം, ഒന്ന് അച്ഛനോട് സംസാരിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ റാഫ്സൻ അച്ഛൻ ഉണ്ടായിരുന്നില്ല, ജോസഫ് അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനോട് ഫോണിൽ സംസാരിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ സുനിലിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി, മോൾ കേട്ടിരുന്നാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ദൈവം പ്രാർത്ഥന കേട്ടു. പിറ്റേ ദിവസം മുതൽ ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പി നന്നായി സുനേട്ടന് ചെയ്യാൻ പറ്റി. പിന്നെ അവിടുന്ന് 2 മാസം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിരുന്നു നമ്മളുടെ റിക്കവറി. 3ാമത്തെ മാസം സുനേട്ടൻ വോക്കറിൽ നടന്നു. എല്ലാ ഡോക്ടേഴ്സും പ്രതീക്ഷകൾ കൈവിട്ട രീതി തന്നെയായിരുന്നു ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഏറി വന്നാൽ വീൽ ചെയർ നിങ്ങൾക്ക് അതേ പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. സ്പൈനൽ കോഡ് ഒരുപാട് സ്ഥലത്ത് സ്ക്രാച്ച് ഉണ്ട്, ഇംപ്ലാന്റ് മാറ്റി വെക്കുകയൊക്കെയാണ് ചെയ്തത്. പക്ഷേ ദൈവസഹായം കൊണ്ട് ഞങ്ങൾ ഒരു 5-6 മാസം കൊണ്ട് വീട്ടിലേക്ക് വന്നു. 9 മാസം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ പെഗ് ഫീഡായിരുന്നു. അങ്ങനെ 7 മാസം ആയപ്പം അത്യാവശ്യം വോക്കറിലേക്ക് ഞങ്ങൾ നീങ്ങി. ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ടു. ഇവിടെ വന്ന് ബ്ലെസ്സിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്നൊരു നിമിഷം പിന്നീട് അതേപോലെ 2 കാലും തളർന്നു. ഞങ്ങൾ ഹെർണിയൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണെന്ന് വിചാരിച്ച് ഞങ്ങൾ മംഗലാപുരത്ത് കാണിക്കാൻ വേണ്ടി പോയി. പക്ഷേ മംഗലാപുരത്ത് പോയി MRI ചെയ്തപ്പോൾ പറഞ്ഞു, സ്പൈനൽ കോഡ് വീണ്ടും ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ക്രിട്ടിക്കൽ സ്റ്റേജാണ്, എല്ലാ ഓർഗൻസിലേക്കും അത് സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം സർജറി ചെയ്ത ഡോക്ടറെ തന്നെ റെഫർ ചെയ്തു. പിന്നെ വീണ്ടും ഞങ്ങൾ ശ്രീചന്ദ് ഹോസ്പിറ്റലിലേക്ക് പോയി. മഹേഷ് ഭട്ടായിരുന്നു ഡോക്ടർ. സാറും ഈ റിസൾട്ട് കണ്ട് ഒന്നും കൂടി MRI ചെയ്തു. MRI ചെയ്ത റിസൾട്ട് കണ്ടപ്പോൾ പറഞ്ഞു, സോറി, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സാറ് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, സാറ് ചെയ്തോളൂ, ഇനി ഏതായാലും ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് വേണ്ടി ഒരുപാട് പേര് ഞങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്നറിയാം. സാർ സർജറിക്ക് പെട്ടെന്ന് റെഫർ ചെയ്തു. 8 മണിക്കായിരുന്നു സർജറി. 9 മണിക്കൂർ നീണ്ടുന്ന സർജറി ആയിരുന്നു. സർജറി കഴിഞ്ഞ് ആദ്യം സാർ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, പുഷ്പം പോലെ ചെയ്യാൻ പറ്റി, ഒരു കുഴപ്പമില്ല, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. താങ്ക് ഗോഡ്. അതിനുശേഷം വീട്ടിൽ വന്നു. 2 മാസം കൊണ്ട് വീണ്ടും ഞങ്ങൾ അത്യാവശ്യം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു നടന്നു തുടങ്ങി. പക്ഷേ വീണ്ടും ഒരു പരീക്ഷണം.
എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും വയറിങ്ങനെ ഗ്യാസ് കയറുന്ന പോലെ വരും. അപ്പം അതിന് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെ വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് പോയി. പക്ഷേ പെട്ടെന്ന് ഒരു നിമിഷം സുനേട്ടന് തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു ഇപ്പം തന്നെ സർജറി വേണം, ചെറുകുടലും വൻകുടലും കൂടി പിണഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതും സർജറി കഴിഞ്ഞു. 1.5 മാസം വീണ്ടും പെഗ് ഫീഡ് ഇട്ട് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ട്യൂബിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുശേഷം ഞങ്ങൾ സുനേട്ടനെ അതേപോലെ കൂട്ടിക്കൊണ്ടുവന്ന് റാപ്സൻ അച്ഛനെ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ശരിയാവും, ഒന്നും പേടിക്കണ്ടാണ്. പേടി ഉണ്ടായിരുന്നില്ല. ആ പ്രാർത്ഥനയിൽ ഞങ്ങളും കൂടെ എന്നും ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആവലായിൽ വന്നാൽ ഞങ്ങൾക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിൽ നിന്ന് കർത്താവ് വീണ്ടും ജീവനിലേക്ക് സഹോദരനെ പിടിച്ചു നടത്തിയിരിക്കുന്നതിനെ ഓർത്ത് ഈ കാലയളവിലെല്ലാം ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന, ആവിലായിലെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ ഉണരാ